അമ്മേ ഇത് 500 രൂപയല്ലേ ഉള്ളൂ? അതെ. എല്ലാ മാസവും 1000 രൂപയല്ലേ നീ തരാറ്? അത് ഞങ്ങൾ രണ്ടുപേരുള്ളപ്പോഴല്ലേ, ഇപ്പൊ ഗീതയില്ലല്ലോ. നിന്റെ കാശും കൂടെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടുത്തെ ചെലവൊക്കെ നടക്കുന്നതെന്ന് നിനക്കറിയില്ലേ ഉണ്ണിയെ? അറിയാം, അതുകൊണ്ടാണല്ലോ എന്റെ ചെലവിന് 500 രൂപ തന്നത്. ഇങ്ങനൊക്കെ കണക്ക് പറയാൻ പാടുണ്ടോ? ഈ നിലയ്ക്ക് നിന്നെ 10 മാസം ചുമന്നതിന് ഞാൻ കണക്ക് പറയണമല്ലോ. ഓ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ ബുദ്ധിയോടെ ഒരു കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഈ എണ്ണിപ്പെറുക്കിയുള്ള കണക്ക് പറച്ചിൽ കേട്ട് എങ്ങനെങ്കിലും പറയാൻ തോന്നിയല്ലോ. കളിയാക്ക? ഏയ്, ഇന്നല്ലെങ്കിൽ നാളെ മാനേരാകാൻ പോകുന്ന നിന്നെ ഞാൻ കളിയാക്കൂ? ആലോചിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ വേണ്ടാത്ത ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. കരുതിയിരുന്നില്ലെങ്കിലേ അവസാനം കഷ്ടപ്പെടാൻ ഞാൻ മാത്രമേ ഉണ്ടാവൂ. പഴയ പോലൊന്നുമല്ല. ഇപ്പൊ എനിക്കൊരു കുടുംബമുണ്ട്, ഒരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അതെന്താ മനസ്സിലാക്കാത്തേ? പറയുന്ന കേട്ടാത്തൊന്നും നിനക്ക് മാത്രമേ കുട്ടികളും കുടുംബമൊക്കെ ഉള്ളെന്ന്. എടാ, നീ അടക്കം 4 പേരുടെ അച്ഛനാ ഞാൻ. വരുമാനം കുറവായിരുന്നപ്പോഴും അന്തസ്സായിട്ട് തന്നെ നിങ്ങളെയൊക്കെ ഞാൻ വളർത്തിയത്. അന്നച്ഛനെ ഞങ്ങളെ മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഇപ്പൊ അതാണോ സ്ഥിതി? ഇല്ലാത്ത കാശുണ്ടാക്കി ഒരുത്തിയെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ ബാധ്യത സഹിക്കാം. ഒരു നിസ്സാര കാര്യത്തിന് വഴക്കുണ്ടാക്കി ദേണ്ട വന്നിരിക്കുന്നു. സൽക്കരിക്കാൻ നിങ്ങൾ പറയുന്ന ആൾക്കാർ. എന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ആർക്കും ഒരു ഭാരമായിട്ട് ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. അറിയാൻ വേണ്ടി നീ തന്റെ കാര്യമാണെന്ന് അറിയാം. എന്ത് ചെയ്യാനും നീ മടിക്കില്ല. ഉണ്ണി, നീ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരുള്ളതാ. ഞാനൊന്നുറക്കെ സംസാരിച്ചാൽ നിങ്ങൾ കുറച്ചിലാണല്ലേ. ഇവിടെ വന്നു കയറി ഒരുത്തി പെട്ടിയും തൂക്കി ഈ പടി കടന്നാണല്ലോ പുറത്തേക്ക് പോയത്. അപ്പൊ നിങ്ങൾ കുറച്ചിലുണ്ടായില്ല. ഉണ്ണി, രമയെ പറ്റി നിനക്ക് പറയാം. അവള് നിന്റെ പെങ്ങളാ. പക്ഷെ നിന്റെ അനിയന്റെ ഭാര്യയെ കുറിച്ച് പറയാൻ നിനക്ക് അവകാശമില്ല. അതും അവനോട് ഇല്ലാത്തപ്പോ. അവൻ എന്നെക്കാൾ യോഗ്യനാണ്. 1800 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഞാനോ, മാസാമാസം 500 രൂപ തികച്ച് കയ്യിൽ വാങ്ങിക്കാത്ത പ്രേമനോ വലുത്? 1800 രൂപ ശമ്പളം വാങ്ങുന്ന നീ വീട്ടിൽ അവന് 500 രൂപ തരുന്നു. അതും കണക്ക് പറഞ്ഞുകൊണ്ട്. മാസം 500 രൂപ തികച്ച് കൈ മേടിക്കാത്ത പ്രേമൻ കിട്ടുന്ന മുഴുവൻ തരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മോനെ. എന്റെ നോട്ടത്തിൽ അവൻ തന്നെയാണ് വലുത്. നിന്നെ ഞാൻ വളർത്തി പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്റെ തെറ്റ്. പഠിപ്പിച്ച് വലുതാക്കിയ കാര്യമൊന്നും പറയണ്ട. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് ഡിഗ്രി എടുത്തു. ഒണ്ടല്ല രണ്ടെണ്ണം വേറെ. ഒരുത്തൻ നാടകം കളിച്ച് നടക്കുന്നു, ഇനി ഒരുത്തൻ 10ാം ക്ലാസ്സിൽ വർഷങ്ങളായിട്ട് കുത്തുന്നു. കടന്നോ? മതി, നിർത്ത്. നീ മിടുക്കൻ. നീ 1000-ന് വരെ 500 രൂപ അവൻ 10ാം ക്ലാസ് കിടക്കുവോ? പ്രേമന് വരുമാനം കൂടുവോ? പിണങ്ങി വന്ന് നിന്റെ പെങ്ങൾ തിരിച്ചു പോവോ? വേണ്ട. നിന്റെ സഹായം ഇല്ലെങ്കിൽ നിനക്കും കൂടെ ചോറ് തരാൻ നിന്നെ കൊണ്ട് കഴിയും. ഡേ, ആ രൂപ അങ്ങ് തിരിച്ചു കൊടുത്തേ. കൊണ്ടുപോ. ഇനി നിന്റെ ഒറ്റ പൈസ അവിടെ തന്നു പോരുത്. എന്റെ പൈസ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ? ഇല്ല. എന്നാൽ ഇത് മാത്രം പോരാ. വേറെ ഒരുപാട് കാശ് ഞാൻ ഈ വീട്ടിലേക്ക് ചെലവാക്കിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കിട്ടണം. എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് നീയാ. ആദ്യത്തെ സന്താനം എന്ന് പറഞ്ഞ് നിന്നെ ഒരുപാട് ലാളിച്ചിട്ടുണ്ട്. ഈ തോളിലിരുത്തിയാ നിന്നെ സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ചു കൊണ്ടുവന്നത്. ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ നീ ആഗ്രഹിച്ച എന്തും വാങ്ങി തന്ന് നിന്നെ വളർത്തി വലുതാക്കിയ ഞാനാടാ. എനിക്കൊന്നും അറിയണ്ട. ബികോം ഡിഗ്രി ആയിട്ട് അലഞ്ഞു കിടക്കുമ്പോൾ നിനക്കൊരു ജോലി വാങ്ങി തരാൻ വേണ്ടി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല. എത്ര പേരുടെ കൈയും കാലും പിടിച്ചാണ് നിനക്ക് ഈ ജോലി വാങ്ങി തന്നെ അറിയാവോടാ? എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്കൊന്നും അറിയണ്ടല്ലേടാ. വേണ്ട. എങ്കിൽ ഇങ്ങനെ ഒരു മകനെ എനിക്ക് ആവശ്യമില്ല. ഇറങ്ങിപ്പോടാന്ന്. അങ്ങനെ വെറും കൈയോടെ ഇറങ്ങിപ്പോകാൻ എന്നെ കിട്ടില്ല. പുന്നാരമ്മയുടെ കല്യാണത്തിന് എന്റെ പ്രോബ്ലം ഫണ്ടിൽ 25,000 രൂപ എടുത്തു കൊടുത്തത്. ആ രൂപയ്ക്ക് തിരിച്ചു കിട്ടണം. അത് തന്നാ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവോ? ആ നിമിഷം ഇറങ്ങിപ്പോ. എന്നാ മരിച്ചുപോയ കാരണവന്മാരുടെ പേരിൽ ആണയിട്ട് ഞാൻ പറയാണ്. ഇന്ന് മുതല് നിന്റെ കടം തീർക്കാന്നുള്ള മാത്രമാണ് എന്റെ ലക്ഷ്യം. അത് തീർക്കുന്നവരെ ഞാനും നീ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനോ എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോ നിന്നെ കാണില്ല, സംസാരിക്കില്ല. പിന്നെ കടം തീർക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയാൽ എന്റെ ചെതയ്ക്ക് തീ കൊളുത്താൻ പോലും നീ വീട്ടിനകത്ത് കാലുകുത്തരുത്. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ പട്ടി. ഇങ്ങനെ മാറി നിൽക്കില്ല, അവൻ പോട്ടെ. ഓടാ, ഇറങ്ങി. എന്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ താനെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഇതല്ലേ സാറിന്റെ വീട്?
ഇതല്ലേ സാറിന്റെ വീടെന്ന്. ആ ആയിരുന്നു, ഇപ്പൊ അല്ല. അടോ. വാ. ആ അങ്ങോട്ട് വെച്ചേരെ. അങ്ങോട്ട് വെക്കാനല്ലേ പറഞ്ഞേ? ഏ വലിയ മെടുക്കനൊന്നും വേണ്ട കേട്ടോ. ഒരിക്കലും ഒരു തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കുന്നവനായി ഉണ്ണി. ലോകപരിചയം കുറച്ച് കുറവാണെങ്കിൽ. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇവിടെ കാര്യം പറയാൻ പാടില്ലേ? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമേക്ക് മറ്റൊന്ന് പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. തോന്നിയത് തോന്നിയ പോലെ പറയും, ആരോടായാലും. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? അങ്ങനൊന്നും പേടിക്കുന്നവനല്ല ഞാൻ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ ഞാനും പെസക. മനസ്സിലായോ? ഇല്ല. ആ എനിക്ക് മനസ്സിലാകുകയല്ല. അതിപ്പോ എത്രയായി? 10 രൂപ. ആ ഇത് 9 ഉള്ളൂ. 1 രൂപ വേണം സാർ. പത്തായില്ലേ? ആ. ആ ഇന്നലെ രാത്രി നീ എന്താ പറഞ്ഞേ? നമ്മുടെ മോനല്ലേ അങ്ങ് ക്ഷമിച്ചു കളയുന്നല്ലേ? ക്ഷമിക്കാൻ നിരത്തിലാവണ്ടേ അവന്റെ പോക്ക്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര കണക്കാക്കൂ ഞാൻ. അയ്യോ നിങ്ങളൊന്നും മിണ്ടല്ലേ. ഇല്ലടി, എന്റെ നാവടക്കാൻ നീ എല്ലാ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല. പ്രായം ഇത്രയായി. ഇനിയേ എന്നെ തിരുത്തി എന്നാക്കൊന്നും ആരും വിചാരിക്കണ്ട. മനസ്സിലായോടി? ഇന്നലെ മെനയാന്നായിട്ട് 2 കളി ഉണ്ടായിരുന്നു. എന്താ അമ്മേ, എന്താ ഉണ്ടായത്? എന്തിനാ അമ്മ കരയുന്നെന്ന്? എന്തു അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും ഉണ്ണേട്ടനും തമ്മിൽ വഴക്കായി. എനിക്ക് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാങ്കിന്റെ കാര്യം വല്ലതാണോ? അല്ല. ആ എന്നാ ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? 5 മണി കഴിയും. ഞാൻ വെയിറ്റ് ചെയ്യാം. നീ എന്നെ ഉപദേശിക്കാനാ പുറപ്പാടല്ലേ? കാര്യം പറയുന്നത് ഉപദേശമാകുന്നത് എങ്ങനെയാ? അല്ലടാ, കുറ്റം മുഴുവൻ എന്റെ. നിങ്ങളൊക്കെ നല്ലവരും, എല്ലാരും എനിക്കറിയാം. കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അധികം പറ്റായി. ഇതെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടാ ഈ വീക്കാവും പാസ്സായി ബാങ്കിൽ പോയിരിക്കുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കുന്നത് എന്തിനാണെന്നാ ഞാൻ ചോദിക്കുന്നത്. നാട്ടുകാരെ കൊണ്ട് ഞാനാണോ പറയിക്കുന്നേ? അവിടുന്ന് ഇറങ്ങിപ്പോവാൻ എന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അതും കേട്ട് ഗണിച്ചുകൊണ്ടിരിക്കാൻ എന്നോട് പറ്റില്ല. അത് തെമ്മാടിത്തരമാണെങ്കിൽ ആ തെമ്മാടിത്തരം ഇനിയും ഞാൻ ചെയ്യും. ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അത്ര നിർബന്ധമാണെങ്കിൽ ബാങ്കിനടുത്ത് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തോളൂ. ജോലിക്ക് പോകാനുള്ള സൗകര്യത്തിനാണെന്ന് ആളുകൾ ധരിച്ചോളൂ. എന്തായാലും ഒരു വീട്ടിൽ 2 അടുപ്പ് വേണ്ട. എങ്ങനെ 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 വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞാൻ മാറണം അല്ലേ? നിന്റെ ഉള്ളിൽ ഇരിപ്പ് എനിക്കിപ്പം മനസ്സിലായടാ. അങ്ങനെ എന്നെ അവിടുന്ന് പുകച്ചു പുറത്ത് ചാടിക്കുക. അങ്ങേത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, നീ അത് കുറച്ച് മയത്തിൽ പറഞ്ഞു. അയ്യോ അതല്ല ഉണ്ണേട്ടാ. വേണ്ടടാ, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഈ കൃഷ്ണൻ ഉണ്ണിക്കുണ്ട്. കുന്തുണ്ട്. എന്ത് പറഞ്ഞാലും ദോഷം മാത്രം കാണുന്ന ഒരാളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെളിച്ചു പറയടാ. പോത്തിന്റെ ചെവിയിൽ വേദമോതരുത്, അതല്ലേടാ നീ ഉദ്ദേശിച്ചത്? മനുഷ്യനെ വട്ടുപിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞതാ ശരി. അച്ഛൻ എന്തോ പറഞ്ഞു? എന്നോട് മിണ്ടരുത്, ഞാൻ താമസിക്കുന്നിടത്ത് വരരുത്, അല്ലേ? അച്ഛൻ പറഞ്ഞാ ശരി. ആചാര് വനത്തിൽ നിന്ന് തടി കൊണ്ടിരുന്ന ജോലിക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളത്തറിയാ, എന്നാലും കാശ് കിട്ടും. പിന്നെ വക്കീൽ നാരായണമേനോന്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വകയിലും കുറച്ച് പൈസ വരും, എന്നാലും കുറച്ച് സമയം ബാക്കി വരും. നിന്റെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു പകരക്കാരൻ ഡ്രൈവറെ വേണ്ടി വരുമോ? കടം വീട്ടിന്റെ മോനെ.
ഇപ്പൊ വരാം. രമയ്ക്ക് സുഖം തന്നെയല്ലേ? അതെ. ശിവൻ എന്ത് പറയുന്നു? മുരളേട്ടൻ കയറിയിരിക്കൂ, ഞാൻ അമ്മയെ വിളിക്കാം. ആ ഇതാരാ, മുരളിയോ? വരും മോനെ, ഇരിക്കൂ. ഇരിക്കുന്നില്ല അമ്മയുടെ കുറച്ച് തിരക്കുണ്ട്. 10:30 വണ്ടിക്ക് മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ എറണാകുളം വരെ ഒന്ന് പോവുക. എന്തു എവിടെ? എന്തോ എന്താ ഇത്ര അത്യാവശ്യമായിട്ട് എറണാകുളത്തേക്ക്? ഉറപ്പ് പറയാറായിട്ടില്ല. എങ്കിലും ചിലപ്പോ ഞാൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയേക്കും. വിസ ശരിയായി തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ബോറടിച്ചു തുടങ്ങി. ഇവിടെ എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട്? വേണ്ടെന്ന് വെച്ചു. ശരിയായില്ല. നമുക്ക് ആ മണലാരണ്യത്തിൽ കിടക്കാൻ തന്നെയാ യോഗം. അപ്പൊ വീട് പണിയോ? ഓ, തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ. തിരക്കൂട്ടി തീർത്തിട്ട് ഇപ്പൊ എന്തിനാ? താമസിക്കാനാണെങ്കിൽ ആളില്ല. എവളും കൂടി ഇങ്ങോട്ട് വന്നേ പിന്നെ അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയെ തനിച്ചാക്കിട്ട് പോയാൽ എങ്ങനെയാ മുരളി? അതൊക്കെ അമ്മയെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. വടക്കേന്ന് വല്യമ്മ വരും കിടക്കാൻ. അവരടുത്തുള്ളതുകൊണ്ട് മിണ്ടാനും പറയാൻ ഒരാളായല്ലോ. പിന്നെ സമയം കിട്ടുമ്പോ നിങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചെല്ലണം. ആ പ്രേമനോട് പറ ഇടയ്ക്കൊക്കെ നിന്നെയും കൂട്ടി അവിടെ ചെന്ന് താമസിക്കാൻ. പ്രേമന എവിടെ? നാടകസമിതിയിലേക്ക് പോയിരിക്കുക. ശങ്കരേട്ടനോ? അച്ഛനും പുറത്തു പോയിരിക്കുക. ആ, വരുമ്പോ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അന്ന് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാര്യ, ഭർത്താവ്, കുടുംബം. രമ ചിലപ്പോ കാപ്പി ഉണ്ടാക്കാവൂ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ വരട്ടെ. അല്ല മുരളി ഒന്നും കഴിക്കാതെ? അതല്ലേ പറഞ്ഞത്, ഇപ്പൊ ഒന്നും വേണ്ടാന്ന്. ആ ഗോപു ഒന്ന് ചോദിക്കാൻ വിട്ടുപോയി. ഗോപുന്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച ആയിരുന്നില്ലേ? എന്തായി? എന്തിനാ മുരളിയായിട്ട് ആവശ്യമില്ലാത്ത ഓർമ്മിപ്പിക്കുന്നത്? ഇതുവരെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അടുത്ത സെപ്റ്റംബറിൽ ചില അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കും. ഞാൻ കാര്യമായി ശ്രമിക്കാൻ പോവാണ്. ഭയങ്കര കനം. അമ്മേ, കാലം മാറി. ഇനി അങ്ങോട്ട് തുണി അലക്കലും ചോറുവെക്കലും ഒക്കെ അച്ഛനോട് ചെയ്താൽ മതി എന്ന് പറ. ഇതേ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുളിക്കാം. ആ എന്തിനാ കിണിക്കുന്നത്? അല്ല, നാളത്തെ ബാങ്ക് മാനേജരാണേ വെള്ളം ചൂടാക്കുന്ന അടുക്കളപ്പണിയൊക്കെ. അതിനെന്താ, മഹാത്മാഗാന്ധി എന്തെല്ലാം വീട്ടിൽ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. ദേ ഉണ്ണേട്ടാ, ആ മോനെ ഒന്ന് പിടിച്ചേ. അച്ഛന്റെ മോനല്ലേടാ. ആ കരയല്ലേ. ഇതേ ഇതേ ആ. ദൈവം പിടിച്ചേ. സർവത്ര മൂത്രം ഒഴിച്ചു. ആ, കുട്ടികൾ അച്ഛന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കുന്നൊക്കെ പതിവാ. ഞാൻ പറഞ്ഞില്ല, എന്തുവാടാ? ഈ സമയത്ത് മക്കളെ നോക്കാൻ നമ്മുടെ അമ്മമാരുണ്ടാകേണ്ടതാ. ഓ, അപ്പൊ അമ്മമാരില്ലാത്തവരെന്ത് ചെയ്യും? ഇല്ലാത്തവരുടെ കാര്യം പോട്ടെ, ഇത് വിളിച്ചാ വിളിയേക്കുന്ന ദൂരത്ത് ആളുണ്ടല്ലോ. അല്ല, എത്ര ദിവസം ഒന്നും പറഞ്ഞാ തുണി ഇരുമുന്നതും വെള്ളം ചൂടാക്കുന്നതും ഒക്കെ. ഇതേ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കാശുണ്ടെങ്കിൽ അമ്മമാരുടെ സ്ഥാനത്ത് നിനക്ക് എത്ര അമ്മമാരെ വേണം? ഉം. നീ നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. വന്നാട്ടെ. പടി പടി. ആ കുഞ്ഞമ്മേ, ദേ ആ കാണുന്നതാ നമ്മുടെ വീട്. അപ്പൊ ഇതോ? ആ, അത് വേറെ ആൾക്കാരാ. വാ. ഹിന്ദുക്കളാ ക്രിസ്ത്യാനികളാ? വാന്ന്. കുഞ്ഞമ്മയോ? ഇതേതാ ഇവന്റെ ഒരു പുതിയ കുഞ്ഞമ്മ? മോളെ ഇച്ചിരി ചോറ്. ഉം. കറി ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിക്കും. അയ്യോ, കറി കൂടിപ്പോയല്ലോ മോളെ. ഇച്ചിരി ചോറും കൂടി.
കാനറ ബാങ്കിൽ നിന്ന് പോന്നേപ്പം എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിടാൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പിന്നെ പെറ്റെടുക്കണ ഒരു പെണ്ണുണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാ ഞാൻ ആ ബാങ്കിൽ നിന്ന് പോന്നത്. ഇന്ത്യൻ ബാങ്ക് മാനേജർ സദാശിവം പിള്ള സാറിന്റെ വീട്ടിലാണ് കുഞ്ഞമ്മ നിന്നുകൊണ്ടിരുന്നത്. പിള്ള സാർ ആ കുഞ്ഞമ്മ നമുക്ക് ഒപ്പിച്ചു തന്നത്. ഓ, അപ്പോ ഇന്ത്യൻ ബാങ്കിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ അല്ലേ? അതെ, ഞാൻ ബാങ്കുകാരി വീട്ടിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. ആ പിന്നെ അപ്പുറത്തുള്ളവരുമായിട്ട് വലിയ അടുപ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോവുകയും വേണ്ട. ആര്? എന്റെ പട്ടി പോവാ. മോളെ ഇച്ചിരി ചോറും കൂടിട്ടെ. കൊടുക്ക് കൊടുക്ക്. ഓ, ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ ഇങ്ങനത്തെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഓ, ഒരു സെക്കൻഡ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ സത്ത് കേട്ടോ കിടന്ന് മോങ്ങാൻ തുടങ്ങിയാലേ വലിച്ച് ഞാൻ ഒരു ഏറ് വെച്ചേരും. നാശം പിടിച്ചത് ഇങ്ങനെയുണ്ട് ഒരു സന്താനം. അയ്യോ, അസത്ത് ഞാൻ കണ്ടിട്ടില്ല. കൊച്ചുവാവയാണേ, കുഞ്ഞി മോനാണേ, പൊന്നു മോനും മോനാണേ, അമ്മേരെ മോനും മോനാണേ, തങ്കക്കുട്ടി മോനാണേ. മോൾ എന്തിനപ്പോ വെള്ളം കോരണേ? പെറ്റെണീറ്റിട്ട് കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. കനപ്പെട്ട ജോലിയൊന്നും ചെയ്യണ്ട. സ്വന്തക്കാർക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ കുഞ്ഞമ്മേ? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നാലും ചിലർക്ക് എന്നോട് മിണ്ടാൻ വിഷമം, കണ്ടാ നോക്കാൻ വിഷമം. ആരുമില്ലാത്തവർക്കും ജീവിക്കണ്ടേ അല്ലേ കുഞ്ഞമ്മേ? എനിക്കൊന്നും അറിഞ്ഞൂടേ. കുഞ്ഞി മോനും മോനാണേ, കൊച്ചു. നീ ഉദ്ദേശിച്ച എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ വിചാരിച്ച ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷമിക്കാൻ പറയാനല്ലാതെ അമ്മയ്ക്ക് മറ്റൊന്നും അറിയില്ല മോളെ. ഇതേ ഞാൻ ഇറങ്ങാം. ചിലപ്പോ ഒന്ന് ചെയർമാനെ കാണാൻ പോകേണ്ടി വരും. എന്റെ പ്രൊമോഷൻ തടയാൻ ബാങ്കിൽ ചിലവന്മാർ ചില കളികൾ കളിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. പോയാൽ ഞാൻ വൈകിയേ വരൂ. പിന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുകയല്ല. എന്താ? ആ തള്ളക്ക് ഇങ്ങനൊന്നും വാരി കോരി കൊടുത്ത് ശീലിപ്പിക്കാതെ എന്തിനൊരു പിടിപ്പ് വേണം. എന്തൊരു കീറല കീറുന്നത്, ചീകട് കീറണ മാതിരി കീറണ ആശം. മോളെ, ഈ കഥവൊന്ന് അടച്ചോട്ടെ. എന്തിനാ? കുട്ടിയോളെ കരച്ചില് രാത്രിയിൽ കേട്ട തീരെ ഉറക്കം വരില്ല. അതുകൊണ്ടാ. അടച്ചോ. മുത്തശ്ശിയുടെ പൊന്നുമോനെ കരലട. വാവോ പൊന്നുമോൻ, വാവോ കരലട, കരല്.
മുഖം കണ്ടാ തോന്നും വിശക്കണുണ്ടെന്ന്. എനിക്ക് കാലത്തെ ഭക്ഷണം ഒരു സുഖമില്ല, വല്ലാത്ത പരവശം. ഇവിടെ നല്ല മസാല ദോശ കിട്ടും. മോന് മസാല ദോശ വേണടാ. അവന് വേണമെന്ന്. കുഞ്ഞമ്മയൊന്നും മിണ്ടാതെ വന്നേ. ആ ഗീതടുത്തി എന്താ ഇവിടെ? മോനെ ട്രിപ്പിൾ എടുക്കാൻ കൊണ്ടുവന്നതാ. ആരാ ആശുപത്രിയില്? അമ്മ കാല് തെറ്റിയൊന്ന് വീണു, ഫ്രാക്ചർ ഉണ്ട്. അയ്യോ, എന്നിട്ട് അറിഞ്ഞില്ലല്ലോ. ഏത് മുറിയില്ല? മുകളിലാ. ഞാനും വരാം. കുഞ്ഞമ്മ മോനെ ഒന്ന് പിടിച്ചേ. വരൂ. വേണ്ട വേണ്ട, എണീക്കണ്ട. ഞാൻ മോനെ ട്രിപ്പിൾ എടുക്കാൻ വന്നപ്പോഴാ ശിവനെ കണ്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, മേലാകെ വേദനയാ. കുറെ നാളത്തേക്ക് മേലണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. രമേത് അറിഞ്ഞ ഓടിയെത്തും. അവൾ എപ്പോഴും പറയും അമ്മയുടെ കാര്യം. അവള് വരില്ല. അവളെ ഞാൻ അത്ര വെറുപ്പിച്ചിട്ടുണ്ട്. അതൊന്നും സാരമില്ല. രമ ഇപ്പോഴും കുട്ടികളെ പോലെയാ. പറയുന്ന സമയത്തേ ഉള്ളൂ, മനസ്സിലൊന്നുമില്ല. ശിവനോട് ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാ? പോയി രമയെ വിളിച്ചോണ്ട് വാ. ഞാൻ പറഞ്ഞതാ അവനോട്, കേക്കണ്ടേ? അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എടുത്തി. എന്നോട് ചോദിക്കാതെ അവൾ ഇറങ്ങിപ്പോയത്. ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാൻ ചെന്നാൽ അവൾ വിചാരിക്കും അവൾ ജയിച്ചു എന്ന്. അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരും. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വന്നോട്ടെ, എനിക്ക് വേറെ വിരോധമൊന്നുമില്ല. എന്നോട് മിണ്ടാൻ രമയ്ക്കും വിഷമമുണ്ടോ? പേടിക്കണ്ട. ഇവിടെ ആവുമ്പോ അച്ഛനും ചേട്ടനും ഒന്നും കാണില്ല. ഏടത്തി, അച്ഛന്റെയും ചേട്ടന്റെയും സ്വഭാവത്തിന്റെ ഒരു അംശം രമയുടെ സ്വഭാവത്തിലുണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഏടത്തി ഞാൻ അങ്ങോട്ട് വരികയോ ഏടത്തിയോട് സംസാരിക്കുകയോ ചെയ്താ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചിട്ടാ. മോനെ ഒന്ന് കാണാൻ എത്ര പ്രാവശ്യം ഞാൻ ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെന്നോ? അതല്ല ഞാൻ പറഞ്ഞത്. നീ ശിവന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? നീ വന്ന വിവരം അറിഞ്ഞപ്പോ ആദ്യം തമാശയായിരിക്കും എന്നാ കരുതിയത്. പിന്നെ തോന്നി സൗന്ദര്യപ്പണക്കാണെന്ന്. ഇപ്പൊ കുറെ നാളായില്ലേ രമേ? എന്താ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതൊന്നും ഏടത്തിക്കറിയില്ല. ഇല്ല, പക്ഷെ ഒന്നറിയാം, കൂടുതൽ അബദ്ധത്തിലേക്കാണ് ഈ പോക്കെന്ന്. നിന്റെ ഇഷ്ടത്തിന് നീ തന്നെ തെരഞ്ഞെടുത്ത ആളാണ് ശിവൻ, അല്ലേ? അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളല്ലാതെ മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ സ്ഥാനത്ത് ഏടത്തിയായിരുന്നെങ്കിൽ ഇതിനു മുൻപ് അവിടുന്ന് പോന്നേനെ. ആ തള്ള അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവര് പറയുന്നൊക്കെ ശിവൻ ചേട്ടന് വേദവാക്യാ. എന്റെ വാക്കിന് അവിടെ ഒരു വിലയില്ല. ശിവനെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയത് ആ സ്ത്രീയാണ്. അവന്റെ മേൽ നിനക്കുള്ളതിനേക്കാൾ സ്വാതന്ത്ര്യം ആ അമ്മയ്ക്കുണ്ട്. എന്നുവെച്ച് അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സ്വന്തം മകനിലുള്ള സ്വാതന്ത്ര്യം പെട്ടെന്നൊരു ദിവസം മറ്റൊരു പെൺകുട്ടിക്ക് മുമ്പിൽ നഷ്ടപ്പെടുമ്പോൾ ചില അമ്മമാർക്ക് അങ്ങനെ തോന്നും. അതൊക്കെ കണ്ടില്ലെന്ന് വെക്കുകയാണ് വേണ്ടത്. ആ അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? നാളെ ഒന്നിച്ച് ജീവിക്കേണ്ടവർ നിങ്ങൾ മാത്രമല്ലേ? ഞാനിന്നലെ ശിവനെ കണ്ടിരുന്നു. എവിടെ വെച്ച്? ആശുപത്രിയിൽ വെച്ച്. ആ അമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ കുറെ നാളത്തേക്കെങ്കിലും അവർക്ക് നടക്കാൻ കഴിയില്ല. എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. പക്ഷേ അത് നിന്നെ രക്ഷിക്കാനും കൂടിയാണ്. ഇതുപോലൊരവസരം നിനക്കിനി കിട്ടില്ല രമേ. ഒരു മരുമകളുടെ ആവശ്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അത്ര ആവശ്യമുണ്ടെങ്കിൽ ശിവൻ ചേട്ടൻ വരട്ടെ എന്നെ വിളിക്കാൻ. വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീടാണ് പെൺകുട്ടികളുടെ വീട്. സ്വന്തം വീട്ടിൽ അവൾ എന്നും ഒരു ഭാരമായിരിക്കും, നീ അടക്കം. സ്നേഹമുള്ളതുകൊണ്ട് മറ്റുള്ളവരാരും അത് പറയില്ലെന്ന് മാത്രം. ആരും വിളിക്കാതെ തന്നെ നീ തിരിച്ചു ചെല്ലണം. അവർക്കൊരാപത്ത് വരുമ്പോൾ നീ മാത്രമേ ഉണ്ടാവൂന്ന് അവർ മനസ്സിലാക്കണം. നോക്ക്, നിനക്ക് നല്ലത് വരണമെന്ന് ആശ കൊണ്ടാ ഏട്ടത്തി ഇങ്ങനെ നിർബന്ധിക്കുന്നത്. രമേ, വേണ്ടെന്ന് വെക്കാൻ എളുപ്പമാണ്. പക്ഷേ കൈവിട്ടു പോകുന്നൊന്നും പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
അയ്യോ എനിക്ക് വയറ് വേദനിച്ചിട്ട് അയ്യോ അയ്യോ എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യേ അയ്യോ എന്റെ ഗുരുവായൂരപ്പാ. കുഞ്ഞമ്മ കരയാതിരിക്കും. അയ്യോ എന്റെ മോളെ എനിക്ക് വയറ് വേദനിച്ചിട്ട് വയ്യേ. എടി ദഹനക്കേട ഇഞ്ചി കൊണ്ട് ചേച്ചി വായോട്ട് കൊടുക്കുക. ഇഞ്ചി വേണോ? ഇഞ്ചി വേണ്ട, എനിക്ക് സാധാരണ വരാറുള്ളതാ. അയ്യോ അയ്യോ നിങ്ങളത് പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരികേ. ഒരു ഡോക്ടർ അയ്യോ. ആവശ്യമില്ലെന്ന്. ഇത് കണ്ടില്ല, വേഗം വിളിച്ചോണ്ട് വാ. അയ്യോ. അയ്യോ എന്റെ മോളെ എന്റെ മോളെ. ഡോക്ടർ വന്നാ അയ്യോ 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 എന്താ ഡോക്ടർ? അമ്മയാണോ? അമ്മയല്ല, കുഞ്ഞമ്മയാ. വേലക്കാരിയാ, പേരാ കുഞ്ഞമ്മ. ഒറ്റ നോട്ടത്തിലൊന്നും കാണുന്നില്ല. എനിക്കും ആദ്യം അങ്ങനെ തന്നെ തോന്നി. ആ, ഇപ്പോഴത്തെ കാലമല്ലേ, എന്തും എന്തിന്റെ ലക്ഷണങ്ങളാകാം. ഏതായാലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണിക്കൂ. ആ, ഞാനൊരു എഴുത്ത് തരാം. സാറേ, ഓ നിനക്ക് എങ്ങനെയാടി ഇങ്ങനെ പോത്തു പോലെയാണ് തുടങ്ങാൻ പറ്റുന്നത്? ആ കുഞ്ഞമ്മയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. കുഞ്ഞമ്മയ്ക്ക് ഇപ്പൊ കുറവുണ്ടല്ലോ. ആരുടെ അസുഖത്തെ പറ്റി അല്ലെന്ന്. അവരെ ഇവിടെ എങ്ങനെ ഒന്ന് പറഞ്ഞയക്കാതെ മനസ്സിന് ഒരു സമാധാനമില്ല. സുഖമില്ലാതിരിക്കുമ്പോ നമ്മൾ എങ്ങനെയാ പറഞ്ഞയക്കുക? എന്റെ പൊന്ന് ഈരെ, അവർക്ക് ഒരസുഖവും ഇല്ല. ഒക്കെ തന്നെത്താൻ തീരുമാനിച്ചാ മതി. തീരുമാനിച്ച കാര്യമായി പറയുന്നത്. നല്ല തടിമുടുക്കുള്ള ആമ്പളുണ്ടോ അവർക്ക്? കൊണ്ടുപോട്ടെ മെഡിക്കൽ കോളേജിലോ എവിടെങ്കിലും. ഈ മാസത്തെ ചെലവ് എത്രയാണെന്നറിയോ? പലചരക്കടയിലെ വെല്ലുവിനിട്ട് എന്റെ പ്രാണം പോയി. ഓ, ലോകത്തെവിടെ യുദ്ധം ഉണ്ടായാലും വിലക്കയറ്റം ഉണ്ടാകുന്ന ഈ നാട്ടിലാണ് എന്റെ ഈശ്വര. പാല്, വിറക്, മോര്, മണ്ണെണ്ണ, കുഞ്ഞമ്മ. 1200 രൂപ ഇതിനകം. ഇനിയും കിടക്കുന്നു മാസം തീരാൻ ബാക്കി. നേരത്തെ വീട്ടു ചെലവിന് മാസം തോറും നമ്മള് 1000 രൂപയല്ലേ കൊടുത്തോണ്ടിരുന്നത്? ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടെ പോവാനാ? ഇന്ത്യൻ ബാങ്കിൽ സുഖമായിട്ട് ജീവിച്ചോണ്ടിരുന്ന എന്നെ വിളിച്ചു വെച്ച് തെരുവിൽ ഇറക്കാന്ന് വെച്ചാ ഇത് എവിടെ തന്നെയായ? ഓ, ആ സദാശിവമ്പിള്ള സാറിന് പണ്ടേ എന്നോട് വിരോധം. പക്ഷെ ഈ കുലച്ചത് നീ വിചാരിച്ചില്ലടി. നിങ്ങൾ ഇറങ്ങി വന്ന് അന്വേഷിക്കണ്ടേ കുഞ്ഞമ്മേ? നിങ്ങളെപ്പോലുള്ളവർക്ക് നല്ല ഡിമാൻഡുള്ള സമയമായിപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ. ആ. സാറ് ബാങ്കിൽ ഒരു ക്ലർക്കല്ലേ? അതിപ്പോ നാളെ മാനേജർ ആയിരിക്കും. ആ, ഏത് ബാങ്കിലാ ഒരു മാസത്തെ നോട്ടീസ് ഇല്ലാതെ ആളെ പിരിച്ചുവിടുന്നത്? ബാങ്ക് പോലാണോ വീട്? എനിക്ക് ബാങ്ക് പോലെ എന്റെ വീട്. ഇതെന്തൊരു കഥയാ? ഇനി ഒരു ജോലി തേടി പിടിക്കണമെങ്കിൽ 2 മാസാവും. അത് വരെയുള്ള കാശുകൾ എടുത്ത് ചെയ്യാത്ത ജോലിക്ക് കാശോ? ഒന്ന് കേറിയ കാലം മുതൽ പെഴ്സിന്ന് കാശ് പോകുന്ന ഞാൻ അറിയുന്നില്ല. വർക്കത്തോട്ട് അതെ, ഈ നഷ്ടം കൂടെ സഹിക്കുന്ന ബുദ്ധി. എന്നാലും ഒരെന്നാലും ഇല്ല, അല്ലെങ്കിൽ പ്രശ്നം കൂടും. ഒരു കാലത്ത് സാറിന് ഞാൻ മറക്കില്ല. കാശുണ്ടെങ്കിൽ
എത്ര അമ്മമാരെ കിട്ടുമെന്നാ പറഞ്ഞത്? എടുത്തോ എടുത്തോ എടുത്തോ